ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഇവിടെ കടപ്പാക്കട, അതായത് ഞാൻ വിനായക് വിജയ്, ഓപ്പറേഷൻസ് ഹെഡ് കടപ്പാക്കട, അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു ചീഫ് ഫാക്കൽറ്റിയാണ്. ഓക്കെ, അപ്പം നമ്മളിന്ന് നോക്കാൻ പോകുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടിന്യൂസ് അപ്ഡേഷനിലും കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്കിപ്പോൾ കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അതിൻ്റെതായ. അത് തന്നെ റിസോഴ്സസ് എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം പുതിയ കുറച്ച് അഡീഷണൽ മെറ്റീരിയൽസ് ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെപ്പറ്റി ഒരു ബ്രീഫ് ഐഡിയ തരാനായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഷാൽ വി ബിഗിൻ? ഓക്കെ, സോറി ഓൾ. ഓക്കെ, അപ്പം നമുക്ക് ടോപ്പിക്കിലൊക്കെ വരാം. അപ്പം ട്രെൻഡിങ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, അപ്പം ട്രെൻഡിങ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഇത് നമ്മുടെ ഇപ്പം കാണുന്ന നമ്മുടെ കൺവെൻഷണൽ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതായത് നോർമലി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട്, അതായത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത്. അതിൽ റബിൾ നിങ്ങൾക്ക് മോസ്റ്റ് കോമൺ ആയിട്ട് അറിയാവുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ്. അതായത് നമ്മുടെ എനിക്ക് തോന്നുന്നു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എന്നാണോ നമ്മുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അതായത് ഒരു പ്രോപ്പർ രീതിയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അന്ന് തൊട്ട് യൂസ് ചെയ്യുന്ന ഒരു റോ മെറ്റീരിയലാണ് റബിൾ, അതായത് പാറ, നമ്മുടെ കരിങ്കല്ല് എന്ന് പറയും. ഓക്കെ, അപ്പം അത് ലാർജ് ചങ്ക്സ് ആയിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഓക്കെ, അത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൗഡേർഡ് ഫോമിലും, അതായത് എംസാൻഡ് ആയിട്ടും അവൈലബിൾ ആവുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ള കണക്ക് ഒരു കോഴ്സ് അഗ്രിഗേറ്റ്, അതായത് നമ്മുടെ മെറ്റിൽ പല സൈസിലുള്ള മെറ്റിലായിട്ടും അവൈലബിൾ ആവുന്നുണ്ട് മാർക്കറ്റിൽ. ഓക്കെ, ഇത് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലുമാണ്. അതേപോലെ തന്നെ മോസ്റ്റ് വൈഡ്ലി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയലാണ്. ഓക്കെ, അപ്പം നെക്സ്റ്റ് കോൺക്രീറ്റ് ആണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഓരോ സ്ട്രക്ചറിൻ്റെയും, അതായത് നമ്മളിപ്പോൾ പുറത്ത് പോയി റോഡിലൂടെ പോയി കഴിഞ്ഞാൽ കാണുന്ന ഓരോ ബിൽഡിങ്ങിൻ്റെയും ഏറ്റവും ബേസ് കമ്പോണൻറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോൺക്രീറ്റ് ആണ്. നമ്മൾ ഒരു ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും ആദ്യമേ എക്സ്കവേഷൻ ചെയ്ത് നമ്മൾ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിംഗ് ആണ്. അതായത് ഒരു PCC, അതായത് പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ്, അതിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് റെയിൻഫോഴ്സ്മെന്റ് ഇല്ലാത്ത കോൺക്രീറ്റിനാണ് ശരിക്കും PCC എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി നമ്മുടെ ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു കമ്പോണന്റ് ആണ് ശരിക്കും കോൺക്രീറ്റ്. ഇനി കോൺക്രീറ്റ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ റെയിൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്ത്, അതായത് സ്റ്റീൽ റെയിൻഫോഴ്സ്മെന്റ് ആഡ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ശരിക്കും നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൻഫോഴ്സ്ഡ് സിമെന്റ് കോൺക്രീറ്റ്, അതായത് RCC. ഓക്കെ, ഇതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ഒരു ഇൻട്രോ തന്നേ ഉള്ളൂ. ഓക്കെ, അപ്പം കോൺക്രീറ്റ് കഴിഞ്ഞാൽ അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിക്ക്. ഇതും മോസ്റ്റ് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നമ്മളിപ്പം നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ വലിയ ഹെവി ബിൽഡിങ്സിൻ്റെ കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതിൽ പാർട്ടീഷനായിട്ട് കൊടുക്കുന്നത് നോർമലി നമ്മൾ ബ്രിക്സ് ആണ് കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പം ബ്രിക്സ് പല ടൈപ്പിലുണ്ട്. നമുക്ക് നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ് ബ്രിക്ക് ഉണ്ട്, അതേപോലെ തന്നെ സിമെന്റ് ബ്ലോക്സ് ഉണ്ട്. ഓക്കെ, സിമെന്റ് ബ്ലോക്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കോൺക്രീറ്റ് കട്ട. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഫ്ലൈ ആഷ് ബേസ്ഡ് ബ്രിക്ക് ഉണ്ട്, അതേപോലെ തന്നെ പെർഫറേറ്റഡ് ആയിട്ടുള്ള ബ്രിക്സ് ഉണ്ട്, ഹോളോ ബ്രിക്സ് ഉണ്ട്, അതേപോലെ തന്നെ വെറൈറ്റീസ് ഇഷ്ടംപോലെ ബ്രിക്സും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ശരി, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റീല്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഒരു സ്ട്രക്ചർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ബേസ് കമ്പോണന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു കോൺക്രീറ്റ് ആണ്. കോൺക്രീറ്റ് ബേസ് ആണ് നമ്മൾ ആദ്യമേ കൊടുത്തത്, PCC എന്ന് പറയും, ഓൾറെഡി പറഞ്ഞില്ലായിരുന്നോ? ഓക്കെ, അതേപോലെ തന്നെ അതിൽ ശരിക്കും സ്റ്റീലിന്റെ ഒരു എന്താ പറയുന്നത്, ഒരു പ്രസൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ചേഞ്ച് ആവുകയും അതേപോലെ തന്നെ അതിനൊരു ശരിക്കും ഒരു കുറച്ചുകൂടെ സ്ട്രെങ്ത് ക്യാരിങ് കപ്പാസിറ്റി നമുക്ക് കോൺക്രീറ്റിന് ഇമ്പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്റ്റീൽ ബാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്റ്റീൽ ബാസ് തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുന്നത്, സ്ട്രെയിറ്റ് ബാസ് ആയിട്ടും അവൈലബിൾ ആണ്, അതേപോലെ ബ്ലെൻഡഡ് ബാസ് ആയിട്ടും അവൈലബിൾ ആണ്. ഇതേപോലെ തന്നെ സ്ട്രെയിറ്റ് ബാസിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ത്രെഡഡ് ആയിട്ടുള്ളത്, അതായത്
നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ സ്റ്റീൽ ബാസിൻ്റെ അകത്ത് തന്നെ ത്രെഡ്സ് വരാറുണ്ട്. അത് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആയിട്ട് ബോണ്ടിങ് പ്രൊവൈഡ് ചെയ്യാൻ ഉള്ളൊരു മെത്തേഡാണ്. ഓക്കെ, അതേപോലെ പണ്ട് കാലത്തൊക്കെ യൂസ് ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൂത്ത് ബാസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അതായത് സർഫസ് ശരിക്കും പറഞ്ഞാൽ സ്മൂത്ത് ആയിട്ടുള്ള സ്റ്റീൽ ബാസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, അതിന് കുറച്ചുകൂടെ ബോണ്ടിങ്ങിൻ്റെ ഒരു എന്താ പറയുന്നത് 10% ബോണ്ടിങ് കോൺക്രീറ്റുമായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് സർഫസിൽ ഇതേപോലുള്ള പെർഫറേഷൻസും അതേപോലെ തന്നെ ത്രെഡ്സും പ്രൊവൈഡ് ചെയ്തിട്ടാണ് ഇപ്പം നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സ്റ്റീൽ ബാർസ്. അത് തന്നെ പല സ്ട്രെങ്ത്തിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതായത് ടെൻസൈൽ സ്ട്രെങ്ത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ പോലും ചെയ്യുന്നത്. ഓക്കെ, നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന സ്റ്റീൽ ബാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 500 തൊട്ട്, അതായത് നിങ്ങളുടെ സ്റ്റീൽ ബാസ് തന്നെ ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ ഈൽഡ് സ്ട്രെങ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 500 തൊട്ട് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ അതേപോലെ അതിൻ്റെ കൂടെ തന്നെ 500ൻ്റെ കൂടെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ടി എന്നുള്ള ടേമും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതതിൻ്റെ ഡക്റ്റിലിറ്റി എന്നുള്ളൊരു പ്രോപ്പർട്ടിയെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് യൂസ് ചെയ്യുന്നത്. ഇനി SD ഉണ്ടാവും, അത് സൂപ്പർ ഡക്റ്റൈലായിരിക്കും. ഓക്കെ, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ നോർമൽ സ്റ്റീൽ ബാസ് തന്നെ, പക്ഷേ കുറച്ചുകൂടെ മോഡിഫൈഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഓക്കെ ആണോ? അപ്പം നെക്സ്റ്റ് കമ്പോണന്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, നെക്സ്റ്റ് കമ്പോണന്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരുന്ന ഓരോ കമ്പോണൻസും ശരിക്കും നമ്മൾ എന്താ പറയുന്നത്, സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത, അതായത് ഹ്യൂമൻ സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ട്രഡീഷണൽ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് വുഡ്. വുഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്, ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. എന്നാൽ പെട്ടെന്ന് എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഇപ്പം ഒരുപാട് മെറ്റീരിയൽസ് ആൾട്ടർനേറ്റ് ആയിട്ട് വുഡിന് ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പം നിങ്ങൾ ഇപ്പം കേട്ടിട്ടുണ്ടായിരിക്കും WPC. ഓക്കെ, WPC എന്ന് പറയുന്ന ഒരു കോമ്പോണൻറ്റ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് ശരിക്കും റീസെൻ്റ്ലി ഉള്ളതിൽ ഇതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. വുഡ് പോളിമർ കോമ്പോസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം അത് വുഡിൻ്റെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോളിമറിൻ്റെയും ശരിക്കും ഒരു മിക്സ്ചറാണ്. അതിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾ എങ്ങനെയാണോ വുഡ് യൂസ് ചെയ്യുന്നത് അതേ കണക്ക് നമുക്ക് ശരിക്കും പറഞ്ഞാൽ WPC യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് നോർമലി കട്ടളയൊക്കെ ചെയ്യുന്നുണ്ട്, സോളിഡ് വുഡ് വെച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതേ കണക്ക് തന്നെ സോളിഡ് ചങ്ക്സ് ആയിട്ടും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ WPC മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ഏറ്റവും റീസെൻ്റ് ആയിട്ട് വന്ന ഒരു അപ്ഡേറ്റ് ആണ് പറഞ്ഞത് WPC. ഇപ്പം എക്സ്പെൻസീവ് വെച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും വുഡിനോട് കമ്പാരിറ്റീവ്ലി വുഡിൻ്റെ അത്രയും എക്സ്പെൻസ് തന്നെ വരുമെന്നെങ്കിലും ഒരു കാരണവശാലും അതിൻ്റെ അകത്ത് ഡാമേജസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാത്ത ഒരു കമ്പോണൻ്റ് ആണ് WPC. ഓക്കെ, ഇനി നെക്സ്റ്റ് കമ്പോണൻ്റ് ക്ലേ അറിയാമല്ലോ നിങ്ങൾക്ക്, ശരിക്കും കളിമണ്ണ്. ഓക്കെ, ക്ലേ ആണ് അടുത്ത കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബേസിക്കലി നമ്മൾ പണ്ട് തൊട്ടേ, അതായത് സിവിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടേ ആദ്യമേ യൂസ് ചെയ്തിരുന്ന ഒരു കമ്പോണൻ്റ് ആണ് ക്ലേ. പ്രോപ്പറായിട്ട് നമ്മുടെ പുറത്തെ വെതർ കണ്ടീഷനിൽ നിന്നും ശരിക്കും ഒരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ബാരിയറായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കമ്പോണൻ്റ് ആയിരുന്നു ക്ലേ. ഓക്കെ, ഇപ്പം പക്ഷേ പ്രോപ്പറായിട്ടുള്ള ക്ലേയുടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം കൺസ്ട്രക്ഷൻ മെത്തേഡ്സിലൊക്കെ ഈ ക്ലേ യൂസ് ചെയ്യാത്തത്. ഇപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് പുതിയ മെത്തേഡ്സിൽ ആർക്കിടെക്ട്സ് ഈ ക്ലേ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ പണ്ട് യൂസ് ചെയ്തത് പോലെ തന്നെ നമ്മുടെ വാൾസിലും അതേപോലെ തന്നെ റൂഫ് സ്ലാബിലും ഒക്കെ, അതായത് നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും കുറച്ചുകൂടെ എക്കോ ഫ്രണ്ട്ലി ആയിട്ട് കൺസ്ട്രക്ഷൻ നടത്താൻ വേണ്ടിയിട്ടും ക്ലേ യൂസ് ചെയ്യാറുണ്ട്. അതായത് മാനുഫാക്ചർഡ് ക്ലേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നാച്ചുറലി ക്ലേ അവൈലബിൾ ആവുന്ന സ്കേസ് ആണ്. ഓക്കെ, അതുകൊണ്ട് മാനുഫാക്ചേർഡ് ക്ലേ ആണ് കുറച്ചുകൂടെ ഇപ്പം യൂസ് ചെയ്യുന്നത്. സെയിം പ്രോപ്പർട്ടീസ് ഒക്കെയാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ ക്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ ശരിക്കും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങളുടെ വെതറിങ് നടക്കുന്ന സമയത്ത് നോർമലി വെതർ കണ്ടീഷൻസ് ചേഞ്ച് ചെയ്ത് വരുമല്ലോ. അപ്പം അങ്ങനെയുള്ള കണ്ടീഷനിലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലേ ഇതായി പോകാൻ, അതായത് ഡീഗ്രേഡ് ചെയ്ത് പോകാനുള്ള ചാൻസ് കൂടുതലാണ് കണ്ടിന്യൂസ് ആയിട്ട് വെതറിങ് നടക്കുന്ന സമയത്ത്. പക്ഷേ നാച്ചുറലി അവൈലബിൾ ആയിരുന്ന ക്ലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രോപ്പർ ആയിട്ട് അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, അത് പ്രോപ്പർ വർക്ക്മാൻഷിപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള
ശരിക്കും ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം ക്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അവൈലബിൾ ആവുന്ന ശരിക്കും മാനുഫാക്ചേർഡ് ക്ലേ ഒക്കെയാണ് അവൈലബിൾ ആവുന്നത്. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ബാംബു. മുള നിങ്ങൾക്കറിയാമല്ലോ. ഓക്കെ, മുള പണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ കൺസ്ട്രക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലേയുടെ ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പാരലായിട്ട് യൂസ് ചെയ്തിരുന്നതായിരുന്നു ബാംബു. ഓക്കെ, ബാംബുവിനും ഇതേ കണക്ക് തന്നെ നമ്മുടെ പുറത്ത് അറ്റ്മോസ്ഫിയറിക് ചേഞ്ചസിനെ ശരിക്കും പറഞ്ഞാൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു നല്ലൊരു കഴിവ് തന്നെ ഉണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ നമുക്ക് പ്രിമിറ്റീവ് ഏജസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാംബൂസ് നല്ല എന്താ പറയുക, നല്ല ക്വാളിറ്റി ബാംബൂസ് തന്നെ ശരിക്കും നല്ല അവൈലബിൾ ആയിട്ട് കിട്ടുമായിരുന്നു. സ്കേസ് ആയിട്ടുള്ള കണ്ടീഷൻ നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിലാണ് സ്കേസ് കണ്ടീഷൻ നിലനിൽക്കുന്നത്. കാരണം ബാംബു ശരിക്കും പറഞ്ഞാൽ കാണാൻ പോലും ഇല്ല. ഓക്കെ, പിന്നെ വന്നിട്ട് ജിപ്സം അറിയാലോ, ജിപ്സം പൗഡർ. ഓക്കെ, പൗഡേർഡ് ഫോമിലായിരിക്കും നമുക്ക് അവൈലബിൾ ആവുന്നത്. നമ്മളെ ഒരു പർട്ടിക്കുലർ ഏജ് കൺസ്ട്രക്ഷൻ, അതായത് ഡെവലപ്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജിപ്സം ആയിരുന്നു. ഓക്കെ, ജിപ്സം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ കമ്പോണന്റ് ആണ്. എന്നാൽ കെമിക്കൽ പ്രോപ്പർട്ടീസ് കെമിക്കലി അത് ഇനേർട്ട് ആണെന്ന് പറയാനും പറ്റില്ല. അങ്ങനെ ഒരു കമ്പോണന്റ് ആണ് ജിപ്സം എന്ന് പറയുന്നത്. ഇപ്പോഴും നമ്മൾ ജിപ്സം യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ജിപ്സം ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ സീലിംഗ് ബോർഡ്സിനായിട്ട് ജിപ്സം ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ജിപ്സം പ്ലാസ്റ്റർ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ്. അതായത് നമ്മുടെ വാൾസിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ജിപ്സം പ്ലാസ്റ്ററിങ് ചെയ്യാറുണ്ട്. അതായത് പുറത്തെ ക്ലൈമാറ്റിക് ടെമ്പറേച്ചർ നിന്ന് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബാരിയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ജിപ്സം പ്ലാസ്റ്ററിങ് യൂസ് ചെയ്യാറുണ്ട്. പണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ജിപ്സം വെച്ചിട്ട് ശരിക്കും ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം കിട്ടുന്ന നിങ്ങളുടെ സിമെന്റ് ബ്ലോക്സ് ഒക്കെ ഉണ്ടല്ലോ, സിമെന്റ് ബ്ലോക്സ് അതേപോലെ ക്ലേ ബ്രിക്സ് ഒക്കെ ഉണ്ടല്ലോ, അതിന് പകരം ശരിക്കും ജിപ്സം വെച്ചിട്ടുള്ള ബ്ലോക്സ് അവൈലബിൾ ആണ്. ജിപ്സവും അതേപോലെ തന്നെ നമ്മുടെ ഫൈൻ അഗ്രിഗേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ സാൻഡും മിക്സ് ചെയ്തിട്ട് അതിനെ കംപ്രസ് ചെയ്തെടുത്ത ബ്ലോക്സ് അവൈലബിൾ ആണ്. ഓക്കെ, ആ ബ്ലോക്സിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ ബോണ്ട് ചെയ്യുന്നതും ശരിക്കും പറഞ്ഞാൽ ഈ ജിപ്സം പൗഡർ ഒരു പേസ്റ്റ് ഫോമിൽ ക്രിയേറ്റ് ചെയ്തിട്ടായിരുന്നു ജിപ്സം പൗഡർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈം പീരീഡ് എല്ലാം മാറി. ശരിക്കും ഇപ്പം ജിപ്സത്തിനെക്കാട്ടിലും സ്ട്രെങ്ത് ഉള്ള മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയതുകൊണ്ട് അതിനനുസരിച്ച് അപ്ഡേഷൻ വന്നതുകൊണ്ടും ഇപ്പം നമ്മൾ ജിപ്സം മെയിൻലി യൂസ് ചെയ്യുന്ന വാൾ പ്ലാസ്റ്ററിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ അതേപോലെ സീലിംഗ് കമ്പോണൻസിന് വേണ്ടിയിട്ട്, അതായത് ജിപ്സം വെച്ചിട്ടുള്ള ആർട്ടിഫിഷ്യൽ സീലിംഗ് കമ്പോണൻസ് ഉണ്ട്. അതായത് ജിപ്സം സീലിംഗ് അതേപോലെ തന്നെ ചെറിയ POP അല്ലെങ്കിൽ ജിപ്സം വെച്ചിട്ടുള്ള ചെറിയ കോർണിഷ് വർക്കുകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് കൂടുതലും ജിപ്സത്തെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയായിരുന്നു നോർമലി നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ട്രഡീഷണലി തൊട്ട് അതായത് നോർമലി പണ്ട് തൊട്ടുള്ള ട്രഡീഷൻ തൊട്ട് ഇപ്പം വരെ ഉള്ള അതായത് മോഡേൺ ഏജ് വരെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ, ഇപ്പോഴും യൂസ് ചെയ്യുന്ന മെറ്റീരിയലാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺവെൻഷണൽ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. നമ്മുടെ ഒരു ബിൽഡിങ്ങിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് തൊട്ടേ യൂസ് ചെയ്ത് വരുന്ന ബിൽഡിംഗ് മെറ്റീരിയൽസിനാണല്ലോ നമ്മൾ കൺവെൻഷണൽ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പം ശരിക്കും ഇതിനെല്ലാം ആൾട്ടർനേറ്റീവ് വരുന്നുണ്ട്. ഓക്കെ, ഇതിനെല്ലാം ശരിക്കും ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വേസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ക്വാളിറ്റി, അതായത് ട്രഡീഷണൽ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർ ക്വാളിറ്റിയിൽ അവൈലബിൾ ആവുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള മെറ്റീരിയൽസിന് പകരം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓരോ മെറ്റീരിയൽസിലേക്ക് പോകേണ്ടി വരുന്നത്. ഓക്കെ, ഇപ്പം മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോ മെറ്റീരിയൽസ് ഈച്ച് കമ്പോണന്റ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽസിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഭയങ്കര സ്കേഴ്സ് ആണ്. ഓക്കെ, ഇപ്പൊ തന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങൾ വുഡ് തന്നെ പ്രോപ്പറായിട്ട് ഏജ്ഡ് ആയിട്ടുള്ള വുഡ് നമുക്ക് അവൈലബിൾ ആവുന്നില്ല. അതേപോലെ ഒരുപാട് വുഡ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇതുവരെയുള്ള കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സിനൊക്കെ ഇപ്പം ഗ്ലോബലി തന്നെ ഒരുപാട് വുഡ് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. അതിന് റീപ്ലേസ്മെന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോർമലി പ്ലാന്റേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം നോർമലി റോ മെറ്റീരിയൽ സ്കേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഓരോ പുതിയ മെറ്റീരിയൽസ് വുഡിന്റെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ WPC പോലുള്ള മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ഇനി അതേപോലെ തന്നെ പണ്ടത്തെ മെറ്റീരിയൽസ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതായത് കൺവെൻഷനലി ചെയ്യുന്ന ഓരോ വർക്കിനും ശരിക്കും ഇപ്പം സ്കിൽഡ് ലേബേഴ്സിനെ നമുക്ക് അവൈലബിൾ ആവുന്നില്ല. ഇപ്പം എല്ലാവർക്കും വർക്ക് അറിയാം, പക്ഷെ എന്നാൽ ആ സ്കിൽഡ് ആയിട്ട് അതായത് പ്രോപ്പറായിട്ട് ചെയ്യാൻ
അറിയാവുന്നവർ വളരെ കുറവാണ്. അതാണ് വേറൊരു റീസൺ. പിന്നെ അതേപോലെ തന്നെ പല മെറ്റീരിയൽസിനും തെർമൽ ഇൻസുലേഷൻ പ്രോപ്പർട്ടി കുറവാണ്. നമ്മുടെ ഇപ്പോഴത്തെ ടെമ്പറേച്ചർ അറിയാമല്ലോ നിങ്ങൾക്ക്. ഇപ്പം നമ്മുടെ ഒരു 10 വർഷം മുമ്പേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി സമ്മറിൽ വരുന്ന ടെമ്പറേച്ചർ അല്ല നമുക്കിപ്പം ഒരു 2 ഇയേഴ്സ് കൊണ്ട്, അതായത് 2 സീസൺ കൊണ്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ മെറ്റീരിയൽസ് ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഡിസൈൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ടെമ്പറേച്ചർ അല്ലെന്നുണ്ടെങ്കിൽ അന്നത്തെ ക്ലൈമാറ്റിക് കണ്ടീഷനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള പ്രോപ്പർട്ടീസ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് ഡിസൈൻ ചെയ്തിരുന്നത്. ഇപ്പം ഒരുപാട് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ട്, അറ്റ്മോസ്ഫിയറിക് വേരിയേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു എന്താ പറയുന്നത് കഴിവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൺവെൻഷണൽ മെറ്റീരിയൽസിന് കുറവാണ്. ഓക്കെ, അതുകൊണ്ടാണ് മോഡിഫിക്കേഷൻ, അതായത് മോഡിഫൈ ചെയ്ത പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇനി അതേപോലെ തന്നെ ഫയർ ഡാമേജ്, വാട്ടർ ഡാമേജ്, അതേപോലെ ഈ ട്രഡീഷണൽ മെറ്റീരിയൽസിന് കണ്ടിന്യൂസ് ആയിട്ട്, അതായത് ഡെയിലി ഓരോ മെറ്റീരിയലിനും വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ നോർമലി നോക്കിക്കഴിഞ്ഞാൽ സിമെൻറ്റ് ബ്ലോക്ക് തന്നെ ഒരു 2 ഇയേഴ്സ് മുമ്പേ ഒരു 35 റുപ്പീസിൽ കിട്ടിക്കൊണ്ടിരുന്ന സിമെൻറ്റ് ബ്ലോക്കിന് ഇന്ന് 38 റുപ്പീസാണ്. ഓക്കെ, അതേപോലെ നമ്മുടെ റെഡ് ക്ലേ ബ്രിക്ക്, ഓക്കെ, റെഡ് ക്ലേ ബ്രിക്ക് നമുക്കൊരു 2 വർഷം മുമ്പേ കിട്ടിക്കൊണ്ടിരുന്ന ക്വാളിറ്റിയിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആവുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പണ്ട് നമ്മൾ ഒരു 9 രൂപയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ക്ലേ ബ്രിക്കിന് ഇന്ന് 10 രൂപയാണ്. ഒരു ബ്രിക്കിൻ്റെ മേളിലാണ് 1 രൂപ വ്യത്യാസം വന്നിരിക്കുന്നത്. അതേപോലെ കോസ്റ്റ്, ഡെയിലി റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി കൊണ്ടും അതേപോലെ തന്നെ സ്കിൽഡ് ലേബേഴ്സിൻ്റെ, ഈ ഫീൽഡിൽ വർക്ക് ചെയ്യാനായിട്ട് ഒരുപാട് ലേബേഴ്സിൻ്റെ എന്താ പറയുക അവൈലബിലിറ്റി കുറവുകൊണ്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്തള്ളിക്കൊണ്ട് പുതിയ പുതിയ മെറ്റീരിയൽസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പിന്നെ എൻവയൺമെന്റലി അൺസൗണ്ട്. ഓക്കെ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ഒക്കെ വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം അന്ന് ഡിസൈൻ ചെയ്യുന്ന പല കണ്ടീഷൻസിനും വേണ്ടിയിട്ട് ചെയ്ത മെറ്റീരിയൽസ് ആയിരുന്നു ഇവയെല്ലാം. ഇപ്പോഴത്തെ ക്ലൈമറ്റിന് ശരിക്കും പറഞ്ഞാൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇതിന് കുറവാണ്. അതിനനുസരിച്ചാണ് നമ്മൾ ഓരോ പുതിയ മെറ്റീരിയൽസും ഇതാക്കിയേക്കുന്നത്. ഓക്കെ, അപ്പം ഓക്കെ, ഇത്രയാണ് നമ്മുടെ നോർമലി കൺവെൻഷണൽ മെറ്റീരിയൽസിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഓരോ കാര്യങ്ങളും വരുന്നതെന്ന് വെച്ചാൽ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നേക്കുന്ന ഓരോ മെറ്റീരിയൽസിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, അതിൽ 2 ക്ലാസിഫിക്കേഷനാണ്. അതായത് സ്ട്രക്ചറലി വന്നിട്ടുള്ള ചേഞ്ചസ്, അതായത് സ്ട്രക്ചറലി വന്നിട്ടുള്ള ആൾട്രേഷനിൽ വന്നിട്ടുള്ള പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ന്യൂ ബിൽഡിംഗ് മെറ്റീരിയൽസ്, അതായത് അഡ്വാൻസ്ഡ് ബിൽഡിംഗ് മെറ്റീരിയൽസ്. അതേപോലെ തന്നെ ആർക്കിടെക്ചറലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറലായിട്ട് റിലേറ്റഡ് അല്ല. ആർക്കിടെക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയ്സ്തറ്റിക്സ്, അതേപോലെ തന്നെ എനർജി കൺസംഷൻ കുറയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പം മാനുഫാക്ചറിങ് നടക്കുന്നതും അതേപോലെ എന്താ പറയുന്നത് ഇപ്പോൾ കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ പോണത്. ഓക്കെ, അപ്പം ഫസ്റ്റ് നമുക്ക് സ്ട്രക്ചറൽ മെറ്റീരിയൽസിലോട്ട് പോകാം. അതിൽ നമുക്ക് നോർമലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് മെറ്റീരിയൽസ് ആണ്. ഇത് കണ്ടിന്യൂസ് അപ്ഡേഷൻ വരുന്ന ഒരു ഫീൽഡാണ്. കണ്ടിന്യൂസ് ഡേ ബൈ ഡേ അപ്ഡേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡാണ്. നമുക്ക് ഇന്ന് ചിലപ്പം കാണുന്ന ഒരു മെറ്റീരിയൽ ആയിരിക്കില്ല നാളെ നിങ്ങൾ കാണാൻ പോകണം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റ്. ഓക്കെ, സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കോൺക്രീറ്റ് തന്നെ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ബാക്ടീരിയാസ് അല്ലെന്നുണ്ടെങ്കിൽ കെമിക്കൽ പ്രോഡക്ട്സ്, അതായത് ക്രാക്കിനെ റെസിസ്റ്റ് ചെയ്യാനും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ലപ്പ് ചെയ്തെടുക്കാനും പറ്റുന്ന മെറ്റീരിയൽസിനെ ആഡ് ചെയ്തിട്ട് നമ്മൾ കാസ്റ്റ് ചെയ്യുന്ന കോൺക്രീറ്റിംഗ് മെത്തേഡിനാണ് ശരിക്കും പറഞ്ഞാൽ സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നോർമൽ കോൺക്രീറ്റ് തന്നെ ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന ഡെയിലി ഇപ്പം നമ്മൾ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഡെയിലി യൂസ് ചെയ്യുന്ന കോൺക്രീറ്റ് തന്നെ അതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്ന സർട്ടൺ കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, അങ്ങനെയുള്ള കെമിക്കൽ പ്രോഡക്ട്സ് അതേപോലെ സർട്ടൺ ഓർഗാനിക് ആയിട്ടുള്ള ബാക്ടീരിയ, ബാസിലസ് മെഗറ്റേറിയം എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ, അത് ബയോളജിക്കലി ശരിക്കും പറഞ്ഞാൽ നമുക്ക് നോർമലി ബയോളജിക്കലി കാണാൻ പറ്റാത്തൊരു ബാക്ടീരിയയാണ്. ഇതിനെ ഡെവലപ്പിംഗ് ഫേസിൽ ഉണ്ടാക്കിയെടുത്തൊരു ബാക്ടീരിയയാണ്. അപ്പം ഇങ്ങനെയുള്ള ബാക്ടീരിയാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺക്രീറ്റിൽ തന്നെ നമ്മൾ കോൺക്രീറ്റ് ലേ ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ കാസ്റ്റ് ചെയ്യും. കാസ്റ്റ് ചെയ്തിട്ട് നമുക്ക് നോർമലി ഉണ്ടാകുന്ന ക്രാക്സ് ഉണ്ടല്ലോ, ഷ്രിങ്കേജ് മൂലം ഉണ്ടാകുന്ന ക്രാക്സ് ഉണ്ട്, ഡ്രൈ ഷ്രിങ്കേജ്, അതേപോലെ തന്നെ നോർമലി ഉണ്ടാകുന്ന ഷ്രിങ്കേജ് ക്രാക്സ്, അതായത് മൈന്യൂട്ട് ആയിട്ടുള്ള ക്രാക്സിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ബെസ്റ്റ് എഫക്റ്റീവ് മെത്തേഡാണ്. നോർമലി നമ്മളൊരു റൂഫ് സ്ലാബ് വാർത്തിട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കറണ്ട് കണ്ടീഷനിൽ നമ്മളിപ്പം ഇന്നിപ്പോൾ ഒരു റൂഫ് സ്ലാബ് വാർക്കാണ്. ഓക്കെ,
വാർത്തിട്ട് നാളെ നമ്മളത് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്തില്ല, അതായത് ഇനിഷ്യൽ സെറ്റിംഗ് ടൈം 30 മിനിറ്റ്സിന് ഇടയ്ക്ക് നമ്മൾ അതിനെ ക്യൂർ ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ നോർമലി അതിൻ്റെ അകത്തുള്ള ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കാരണം അതിൻ്റെ വാട്ടർ ഇവോപ്പറേറ്റ് ആയി പോവുകയും അതിൽ ചെറിയ ചെറിയ ഷ്രിങ്കേജ് ക്രാക്സ് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അപ്പം നോർമലി ഉണ്ടാവുന്ന സ്ട്രക്ചറലി ഉണ്ടാവുന്ന ക്രാക്കുകളല്ല, അല്ലാതെ ഷ്രിങ്കേജ് മൂലം ഉണ്ടാവുന്ന ക്രാക്കുകൾ, അത് മൈന്യൂട്ട് ആയിട്ടുള്ള ക്രാക്സുകളായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ക്രാക്സിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ്റ്റെൻഡ് വരെയും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ സെൽഫ് ഹീലിംഗ് കോൺക്രീറ്റ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, ഇപ്പം നമ്മളെ നോർമലി ബാക്ടീരിയ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക, അതായത് കോൺക്രീറ്റിൽ ക്രാക്ക് ഉണ്ടായി അതിൻ്റെ ഇടയ്ക്ക് എയറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ലൈം സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ലൈം സ്റ്റോൺ പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഈ ക്രാക്കിനെ കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തെടുക്കും. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ നോർമലി കെമിക്കൽസ് ആഡ് ചെയ്യുമ്പോഴും അത് ഇപ്പം ബെസ്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പി യു ഫോം എന്ന് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ആ പി യു ഫോം എന്ന് വെച്ചാൽ നമ്മൾ എയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന സമയത്ത് മാത്രമാണ് ഇത് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഓക്കെ, എക്സ്പാൻഡ് ചെയ്ത് നമ്മുടെ ക്രാക്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് സീൽ ചെയ്യാൻ ഇപ്പം മാർക്കറ്റിൽ യൂസ് ചെയ്യുന്നത് കോമൺലി നമുക്ക് കിട്ടുന്ന ഒരു മെറ്റീരിയലാണ് പി യു ഫോം. അപ്പോൾ പി യു ഫോം പോലുള്ള മെറ്റീരിയൽസിനെ നമുക്ക് നോർമലി നമ്മുടെ എന്താ പറയുന്നത് കോൺക്രീറ്റിൽ മിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത്. ഇത് സെറ്റായിട്ട് കോൺക്രീറ്റിന്റെ സർഫസിൽ ഉണ്ടാവും, പക്ഷെ ഇതിൻ്റെ അകത്തൊരു ക്രാക്ക് ഉണ്ടായി ഇത് ഡയറക്റ്റ്ലി ഇൻ കോണ്ടാക്ട് വിത്ത് കോൺക്രീറ്റ് വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സ്പാൻഡ് ചെയ്യും, അതുപോലുള്ള ക്രാക്സ് ഫില്ല് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കെമിക്കൽ പ്രോഡക്ട്സ് ഉണ്ടാവും, അതിൽ പല രീതിയിലുള്ള ഡിസഡ്വാൻറ്റേജും ഉണ്ട് എന്നാൽ അഡ്വാൻറ്റേജും ഉണ്ട്. ഇതിനാകെ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈന്യൂട്ട് ആയിട്ടുള്ള ക്രാക്സിന് മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കോൺക്രീറ്റിംഗ് മെത്തേഡ് ശരിക്കും അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി കോൺക്രീറ്റ് ചെയ്യുന്ന, അതായത് ബൾക്ക് കോൺക്രീറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഫക്റ്റീവ് ആവില്ല, ഒരു പരിധിവരെ എഫക്റ്റീവ് ആവില്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ 3D പ്രിന്റഡ് കോൺക്രീറ്റ്. ഇതിപ്പോൾ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നൊരു മെത്തേഡാണ്. അതായത് നമ്മൾ നോർമലി കൺവെൻഷനലി ചെയ്യുന്ന കോൺക്രീറ്റിംഗ് മെത്തേഡ്, അതായത് നമ്മൾ ഓരോ നമ്മൾ ഒരു ഇപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോൾ നമ്മളൊരു കോളം കാസ്റ്റ് ചെയ്യണം എന്നത് പ്രോപ്പറായിട്ട് ഷട്ടർ ചെയ്ത് അതിൻ്റെ അകത്ത് റീഇൻഫോഴ്സ്മെന്റ് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ടായിരിക്കും നമ്മൾ കോൺക്രീറ്റ് അതായത് പോർ ചെയ്തിട്ട് അത് കോൺക്രീറ്റ് കോളം കാസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ശരിക്കും പറഞ്ഞാൽ ഒരു അൾട്ടർനേറ്റീവ് മെത്തേഡാണ് ഈ 3D പ്രിന്റിങ്. അതായത് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു 3D പ്രിന്റർ, അതായത് ഒരു നോസിൽ ഉണ്ടാവും, ആ നോസിലോട്ട് കണ്ടിന്യൂസ് ആയിട്ട് കോൺക്രീറ്റ് പമ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. ആ പമ്പ് ചെയ്യുന്ന കോൺക്രീറ്റ്, അതായത് ലൂസ് കോൺക്രീറ്റ് ആയിരിക്കും, അതിന് ഒരു പർട്ടിക്കുലർ കൺസിസ്റ്റൻസിയെ കാണുള്ളൂ. ആ കൺസിസ്റ്റൻസിയിൽ ശരിക്കും നമുക്ക് വേണ്ട ഷേപ്പിലോട്ട് നമുക്ക് ഈ കോൺക്രീറ്റിനെ റീറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് നോർമലി യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഷ്ഡ് കോൺക്രീറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ക്രഷ്ഡ് കോൺക്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഫ്ലൈ ആഷ്, പിന്നെ സർട്ടൺ പോളിമേഴ്സ്, അതേപോലെ സൂപ്പർ പ്ലാസ്റ്റിസൈസ്, സർട്ടൺ അഡിറ്റീവ്സ് ഒക്കെ ആഡ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഒരു കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് പോലെ കോഴ്സ് അഗ്രിഗേറ്റിന്റെ ക്വാണ്ടിറ്റി ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി കാണില്ല. അതിന് പകരമായിട്ടുള്ള ആൾട്ടർനേറ്റ് ആയിട്ടുള്ള പോളിമേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസുമാണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിനെ നമുക്ക് യൂസ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലക്സ് ആയിട്ടുള്ള ഷേപ്സ് വരെ നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് കാസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതൊരു ടിപ്പിക്കലായിട്ടുള്ള ഒരു നമ്മുടെ 3D പ്രിന്റ് ചെയ്തെടുത്തൊരു ഒരു കൺസ്ട്രക്ഷൻ, 3D പ്രിന്റ് ചെയ്ത് കൺസ്ട്രക്ട് ചെയ്തൊരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണ്. ഓക്കെ, ഇതിൽ കാണുന്ന ഓരോ സ്ട്രാൻഡും ഉണ്ടല്ലോ, ഓരോ സ്ട്രാൻഡും ആ തിൻ ലെയർ ആയിട്ടുള്ള നമ്മളെ 3D പ്രിന്റ് ചെയ്തെടുത്തേക്കുവാണ്. ഓക്കെ, ഇതിന്റെ ഏക ഡിസഡ്വാൻറ്റേജ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടൈം കൺസ്യൂമിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈം കൺസ്യൂമിങ് അല്ല. പക്ഷേ നോർമൽ നമ്മുടെ ഒരു സ്ട്രക്ചറൽ പ്രൊസീജിയർ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിന് നമുക്ക് റിക്വയർഡ് തിക്നെസ്സിൽ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെതായ തിക്നെസ്സിൽ പല ലെയേഴ്സ് ആയിട്ട്, ഇപ്പൊ കാണുന്നത് പോലെ പല ലെയേഴ്സ് ആയിട്ട് ചെയ്യാനേ പറ്റും. ഇനി നമുക്കൊരു 23 സെന്റിമീറ്ററിന്റെ വാൾ കാസ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലെന്നുണ്ടെങ്കിൽ 23x23 ഒരു കോളം കാസ്റ്റ് ചെയ്യണം. നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ അതിന്റെ കോളത്തിന്റെ ഔട്ടർ ലെയർ ഇതേപോലെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഇൻസൈഡും ഇതേ 3D പ്രിന്റിങ് വെച്ചിട്ട് അത് ഫില്ല് ചെയ്തെടുക്കാനേ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അല്ലെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ അതിന്റെ സെൻട്രൽ ഇൻസൈഡ് പോർഷൻ ഹോളോ ആയിട്ട് ഇടാൻ പറ്റും.
അല്ലാതെ പ്രോപ്പർലി ഒരു സോളിഡ് ആയിട്ടുള്ള വർക്ക് നമുക്ക് ഇതിൽ വെച്ച് ചെയ്യാൻ അപ് ടു നൗ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇൻസൈഡ് വേക്കൻ്റ് ആക്കിയിട്ട് ഒരു സ്ട്രക്ചറലി ഒരു മെമ്പറിനെ ചെയ്യാനായിട്ട് ഇത് വെച്ചിട്ട് ഭയങ്കര എളുപ്പമാണ്. പോരാത്തിന് അപ് ടു നൗ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഡെവലപ്പിംഗ് സ്റ്റേജിലാണ്. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്മെന്റ് വരും. കറണ്ട് സ്റ്റേജ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ ഇപ്പം ഓൾറെഡി എനിക്ക് തോന്നുന്നു പുറത്തെ പല കൺട്രീസിലും ശരിക്കും ഇത് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പം എനിക്ക് തോന്നുന്നു ഇന്ത്യയിലും ശരിക്കും ഈ കൺസ്ട്രക്ഷൻ പ്രൊസീജിയർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നിയർ ഫ്യൂച്ചറിൽ തന്നെ കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽസ് വെച്ചിട്ട് ഇതേ സെയിം പ്രൊസീജിയർ ചെയ്യാം. അതായത് നമ്മൾ RCC ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ പറ്റും. ആ ഒരു ഫേസിലോട്ട് ഇതിനെ ഡെവലപ്പ് ചെയ്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെറ്റീരിയൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൊല്യൂഷൻ അബ്സോർബിങ് ബ്രിക്സ്. ഓക്കെ, ഇത് നോർമൽ ബ്രിക്സ് തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഹോളോ ബ്രിക്സ് ഉണ്ടല്ലോ, ആ ഹോളോ ബ്രിക്സ് തന്നെ. പക്ഷെ ഇതിന്റെ സർഫസിൽ ഒരു കമ്പോണന്റ് അഡീഷണൽ കാണും, അത് ടൈറ്റാനിയം ഡയോക്സൈഡ് ആയിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസ്, അതായത് ഇതിനെ ടച്ച് ചെയ്ത് പാസ് ചെയ്ത് പോകുന്ന സമയത്ത് അതിന്റെ ആ ഗ്യാസസ് ആ സർഫസിലുള്ള എയറിൽ നിന്ന് ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമ്മുടെ ഈ പൊല്യൂഷൻ അബ്സോർബിങ് ബ്രിക്സ് ക്യാപ്ചർ ചെയ്യുകയും അതിന്റെ പുറത്തൊരു ഡെപ്പോസിഷൻ ആയിട്ട് തന്നെ ഇതിനെ റീറ്റെയിൻ ചെയ്യിപ്പിക്കുകയും ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കണോമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ മെത്തേഡ് അല്ല. ഇത് ശരിക്കും ലോഡ് ബിയറിംഗ് ആയിട്ടുള്ള ബ്രിക്സോ കാര്യങ്ങളോ ഒന്നും അല്ല. ഇത് നമുക്ക് നോർമലി യൂസ് ചെയ്യാൻ പറ്റുന്നത് ഫസാഡ് ഡിസൈൻസിന് വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇതിന്റെ ഒരു ഇമേജ് കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം ഇതാണ് നോർമലി നമ്മുടെ ബ്രീത്ത് ബ്രിക്സ് അല്ലെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോളിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ടുള്ള വെൻസ് ഉണ്ടാവും. ഓക്കെ, ഈ വെൻസ് വഴിയായിരിക്കും നിങ്ങൾ നോർമലി നമ്മൾ പുറത്ത് സർഫസ്, അതായത് പുറത്ത് എക്സ്റ്റീരിയറുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന എക്സ്റ്റീരിയർ എയറുമായിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് ഈ എക്സ്റ്റീരിയർ എയർ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അകത്തൂടെ ഇതിന്റെ സർഫസിലൂടെയും അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് കാണിച്ചിരിക്കുന്ന പോർട്സിലൂടെയും പാഴ്സ് ചെയ്യുന്ന സമയത്ത് ഇത് ഈ ബ്രിക്കിന്റെ അകത്ത് പ്രസന്റ് ആയിട്ടുള്ള ടൈറ്റാനിയം ഓക്സൈഡ് അതിനകത്തുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ക്യാപ്ചർ ചെയ്യും, അതിനെ പ്യൂരിഫൈ ചെയ്യുകയും ആണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രിക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ് ടു നൗ സ്ട്രക്ചറലി യൂസ് ചെയ്യാറില്ല. പക്ഷെ ഇത് ശരിക്കും ഫാക്കേഡ് ഡിസൈൻസിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ എക്സ്റ്റീരിയർ അപ്പിയറൻസിനും അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിനും വേണ്ടിയിട്ടാണ് അപ് ടു നൗ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേപോലെ ക്രോസ് ലാമിനേറ്റഡ് ടിമ്പർ. നേരത്തെ പറഞ്ഞാൽ നമ്മൾക്ക് നോർമലി വുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സോസ്റ്റഡ് ആയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പം അതിനുള്ള ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഇതും ശരിക്കും വുഡ് തന്നെയാണ്, പക്ഷെ ഒരു വുഡ് ആൾട്ടർനേറ്റീവ് ആണ്. ഓക്കെ, ഇതിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ വുഡൻ ചങ്ക്സ് അല്ല വരുന്നത്. നോർമൽ വുഡിനെ തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കും. ഓക്കെ, തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിനെ സ്റ്റാക്ക് ചെയ്യും. ഒരു പർട്ടിക്കുലർ ലെയർ ബൈ ലെയർ ആയിട്ട് സ്റ്റാക്ക് ചെയ്യും. ഓക്കെ, ഓരോ ലെയറും സ്റ്റാക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 4 ലെയേഴ്സ് നമ്മളിപ്പോൾ ഹൊറിസോണ്ടലായിട്ട്, അതായത് ഗ്രെയിൻസ് പോകുന്നത് ഹൊറിസോണ്ടലി അറേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു 4 ലെയേഴ്സ് ശരിക്കും പറഞ്ഞാൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഗ്രെയിൻസ് പോകുന്ന രീതിയിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അതായത് അൾട്ടർനേറ്റിംഗ് ആയിട്ടായിരിക്കും നമ്മളിതിനെ സ്റ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് ഇതാക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ക്രോസ് ലാമിനേറ്റഡ് ടിമ്പർ എന്ന് പറയുന്നത്. ഇത് നോർമലി നമ്മുടെ ടിമ്പറിനെ വെച്ച് നോക്കുന്ന സമയത്ത് വെതറിങ് ഉണ്ടാവുന്ന കേസുകളിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് മഴയും വെയിലും ഉണ്ടാവുന്ന കേസുകളിൽ നമ്മുടെ തടി ക്രാക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ബെൻഡ് ആയി പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ലെയറിനെ സ്റ്റാക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് സ്റ്റാക്ക് ചെയ്യുന്നത്. ഓരോ ലെയറിനെ സ്റ്റാക്ക് ചെയ്യുന്ന പെർപെൻഡിക്കുലർലി സ്റ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, കറസ്പോണ്ടിങ് ലെയറിന് പെർപെൻഡിക്കുലർ ആയിട്ട് സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നോർമലി ക്രാക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തെർമൽ എക്സ്പാൻഷൻ ഒരു പരിധി വരെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കണ്ടില്ലേ, മഴ സമയത്താകുമ്പോൾ മഴയാവുന്ന സമയത്ത് തടി എക്സ്പാൻഡ് ആവും, അതേപോലെ വെയിൽ വരുന്ന സമയത്ത് കോൺട്രാക്റ്റ് ആവും. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസിനെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ ഫയറിനെ റെസിസ്റ്റ് ചെയ്യാൻ ഉള്ള ഒരു കേപ്പബിലിറ്റി, അതായത് ഇത്രയും ക്ലോസ്ലി പ്രഷറൈസ്ഡ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്ന സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്ക് നോർമലി ഫയറിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഇതിന് കൂടുതലായിരിക്കും.
ഇതാണ് നമ്മുടെ ക്രോസ് ലാമിനേറ്റഡ് ടിമ്പർ എന്ന് പറയുന്നത്. ഇതിൽ കാണുന്നത് പോലെ ഓരോ ലെയേഴ്സ്, അതായത് ഒരു ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമുക്ക് ഹൊറിസോണ്ടലി ആണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അതിന് തൊട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലെയർ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും പ്ലേസ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ബെനിഫിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്രാക്കിനെ ഒരു പരിധി വരെ ഡിസേബിൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് വുഡിനെ ഒരു മിക്സ്ചർ ആയിട്ട് ചെയ്യാൻ പറ്റും. അതായത് നമുക്കിപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പൊ തേക്ക് തന്നെ നമുക്ക് പുറം കാണണം, പക്ഷെ അകത്ത് ശരിക്കും പറഞ്ഞാൽ തേക്ക് വേണമെന്നില്ല. അങ്ങനെയുള്ള ഒരു മെത്തേഡോളജിയും ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും. അകത്ത് ഒരു ഡിഫറെൻറ്റ് തേക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വുഡും, അതേപോലെ പുറത്ത് ഉള്ള ലെയർ ശരിക്കും വേറൊരു വുഡും. ഓക്കെ, നോർമലി ഇപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ അവൈലബിൾ അല്ല, പുറത്തെ കൺട്രീസിലൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ വേരിയേഷൻ അത്രയും ഫ്ലക്ച്വേഷൻ വരുന്ന കൺട്രീസിലൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇനി അതേപോലെ അടുത്തൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അല്ല, ഒരു മെറ്റീരിയലാണ് ട്രാൻസ്പെറൻറ്റ് അലൂമിനിയം. അതായത് നോർമൽ അലൂമിനിയത്തിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ നൈട്രജന്റെ പ്രസൻസിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ് ചെയ്ത്, അതായത് പ്രോപ്പറായിട്ട് കംപ്രസ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്തെടുക്കുക. അതായത് സിൻഡറിങ് എന്ന് പറയുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ്. അതായത് ഒരു കൺട്രോൾ എൻവയോൺമെന്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ, അലൂമിനിയം, നൈട്രജൻ എന്നുള്ള കോമ്പൗണ്ട്സിനെ കംപ്രസ് ചെയ്ത് അതിനെ പോളിഷ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് പോളിഷ് ചെയ്ത് കിട്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള അലൂമിനിയം കോമ്പൗണ്ട് ആയിരിക്കും കിട്ടുന്നത്. അതിനെ നിങ്ങൾക്ക് റിക്വയർഡ് ആയിട്ടുള്ള ഷേപ്പിലും സൈസിലും കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ശരിക്കും നമ്മുടെ നോർമൽ ഗ്ലാസിന്റെ പോലെ തന്നെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതേപോലെ ഗ്ലാസിനെക്കാട്ടിലും ഒരു 3 times ശരിക്കും ഇത് ടഫർ ആയിരിക്കും. ഇത് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഈ എന്താ പറയുന്നത് ടഫൻ ഗ്ലാസ് അങ്ങനെയുള്ള അതിനുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസ്, അതേപോലെ ഹൈ പ്രഷർ സബ്മറൈൻസ് ഒക്കെ ഉണ്ടല്ലോ, ഹൈ പ്രഷറിൽ ഡീപ് സീയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന സബ്മറൈൻസ്, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സിന്റെ വിൻഷീൽഡ് ആയിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇതിന് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഗ്ലാസിനെ വെച്ച് നോക്കുമ്പോൾ കംപ്രസീവ് സ്ട്രെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ഇതാണ് ട്രാൻസ്പെറന്റ് അലൂമിനിയം എന്ന് പറയുന്നത്. നമുക്ക് നോർമലി ഇത് എക്സ്പെൻസീവ് ആണ്, പക്ഷെ അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഇതിനുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഗ്ലാസ് ബിൽഡിംഗ് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ശരിക്കും പറഞ്ഞാൽ ട്രാൻസ്പെറന്റ് അലൂമിനിയം ആയിരിക്കും തരുന്നത്. ഗ്ലാസിനെക്കാട്ടിലും കുറച്ചുകൂടെ റിജിഡ് ആയിട്ടുള്ള എന്താ പറയുന്നത് റിജിഡ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ട്രാൻസ്പെറന്റ് അലൂമിനിയത്തിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി അതേപോലെ ക്യാപ്കോമ സ്ട്രാൻഡ് റോഡ്. ഈ ക്യാപ്കോമ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ്, സ്ട്രാൻഡ് റോഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് സ്റ്റീൽ റോഡിന് വേണ്ടിയിട്ടുള്ള ഒരു ആൾട്ടർനേറ്റീവ് ആണ്. ഇതിന് ടെൻസൈൽ സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയും നമ്മുടെ സ്റ്റീൽ റോഡിനെ കണക്ക് തന്നെ ഏകദേശം 90% സ്റ്റീൽ റോഡിനെ പോലെ തന്നെ ആയിരിക്കും. ഇത് എക്സ്പെൻസീവ് ആണ്, അതുകൊണ്ടാണ് നമുക്ക് നോർമലി മാർക്കറ്റിൽ ഇപ്പം അവൈലബിൾ ആവാത്തത്. ഇത് മാനുഫാക്ചർ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാർബൺ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസ് ഫൈബേഴ്സ് ഉണ്ടല്ലോ, ഓക്കെ, അതിനെ നമ്മൾ നമ്മുടെ റോപ്പ് ടൈ ചെയ്തില്ലേ, അതേപോലെ സ്ട്രാൻഡ്സ് ആക്കി അതിനെ ഇന്റർസെക്റ്റിംഗ് പോലെ ടൈ ചെയ്തെടുത്തിട്ട് അതിനെ പ്രോപ്പർ ആയിട്ടുള്ള എപ്പോക്സി റെസിനിൽ ഇതിനെ ഡിപ്പ് ചെയ്ത് ക്യൂറി ചെയ്തെടുക്കുകയാണ് നമ്മൾ ഇതിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റീൽ ബാസ് ഉണ്ടല്ലോ, സ്റ്റീൽ ബാസിന്റെ അതേ സെയിം പ്രോപ്പർട്ടീസ് ഇതിനും എക്സിബിറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ ബെൻഡിങ്ങും കാര്യങ്ങളും എല്ലാം ഇതിലും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഇത് യൂസ് ചെയ്യുന്നത് ഇപ്പം റീഇൻഫോഴ്സ്മെന്റിന് ഞാൻ ഓൾറെഡി പറഞ്ഞ റീഇൻഫോഴ്സ്മെന്റിന് ആൾട്ടർനേറ്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ബ്രിഡ്ജസിലൊക്കെ ഉണ്ടല്ലോ, ബ്രിഡ്ജസിലൊക്കെ ശരിക്കും നിങ്ങൾ മെറ്റൽ സ്ട്രാൻഡ്സ് കണ്ടിട്ടുണ്ടോ? അതായത് നമ്മുടെ ബ്രിഡ്ജസിനെയൊക്കെ സ്റ്റേബിൾ ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രാൻഡ്സ് ഉണ്ട്, അതായത് വയർ ബ്രിഡ്ജസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ബ്രിഡ്ജസിൽ ആൾട്ടർനേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ ഇതിന്റെ ബെനിഫിഷ്യൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇതിന് തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണ്. അതേപോലെ റസ്റ്റ് ഉണ്ടാവാനുള്ള പ്രോപ്പർട്ടിയും ഭയങ്കര കുറവാണ്. അതായത് റസ്റ്റ് ഉണ്ടാവത്തേ ഇല്ല. ശരിക്കും കാർബൺ അല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസിന്റെ ഫൈബർ വെച്ചിട്ട് അത് സ്ട്രാൻഡ്സ് ആക്കി എടുത്തിട്ട് അതിനെ ഇന്റർസെക്ട് ചെയ്ത് എടുക്കുന്ന ഒരു മെത്തേഡ് ആയതുകൊണ്ട് തന്നെ അതിന് ശരിക്കും പറഞ്ഞാൽ ക്രാക്സ് ഉണ്ടാവാൻ ഓക്കെ എന്താ പറയാ റസ്റ്റ് ഉണ്ടാവാനുള്ള പ്രോപ്പർട്ടി തീരെ കുറവായിരിക്കും. ഓക്കെ, റസ്റ്റ് കംപ്ലീറ്റ്ലി ഉണ്ടാവില്ല എന്ന് പറയാം. ഓക്കെ, ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാനുള്ളത് ഇത് എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇതാണ് തെർമോപ്ലാസ്റ്റിക് ഫൈബർ സ്ട്രാൻഡ് എന്ന് പറയുന്നത്, അതായത് ക്യാപ്കോമ സ്ട്രാൻഡ് ഫൈബർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ
പ്രോപ്പർ നെയിം ഇതാണ്, തെർമോപ്ലാസ്റ്റിക് ഫൈബർ സ്ട്രാൻഡ്. ഇത് ഓരോന്നും കാണിച്ചേക്കുന്നത് നമ്മുടെ കാർബൺ ഫൈബർ ആണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, ഇതിനെ നമ്മൾ സ്ട്രാൻഡ്സ് പോലെ ആക്കിയതിന് ശേഷം ഇതിനെ അതായത് നമ്മൾ റോപ്പ് വേവ് ചെയ്യുന്നത് പോലെ തന്നെ വീവ് ചെയ്താണ് എടുക്കുന്നത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഗ്ലാസ് ഫൈബർ റീബാർ. ഇത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഇവിടെ എനിക്ക് തോന്നുന്നു കൊല്ലത്ത് പോലും അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ, അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഗ്ലാസ് ഫൈബർ, അതായത് ഗ്ലാസിനെ തന്നെ ശരിക്കും സ്ട്രാൻഡ്സ് ആക്കി പുള്ള് ചെയ്ത്, അതായത് ഹീറ്റ് ചെയ്ത് പുള്ള് ചെയ്തെടുക്കുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ, അതേപോലെ റെസിൻ, ഗ്ലാസ് റെസിൻസിനെയും ഇതേപോലെ ഹീറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റീൽ ബാസിനെ പോലെ തന്നെ പുള്ള് ചെയ്ത് സ്ട്രാൻഡ്സ് ആക്കി എടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഓക്കെ, ഇതിന്റെ ശരിക്കും പറഞ്ഞാൽ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ സ്റ്റീൽ ബാസിന്റെ കണക്ക് തന്നെ, അതായത് സെയിം പ്രോപ്പർട്ടീസ്, സെയിം സ്ട്രെങ്ത് നമുക്കിതിൽ അറ്റൈൻ ആവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിന് റസ്റ്റ് ഫ്രീ ആണ്. പിന്നെ ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ കണ്ടക്റ്റീവ് അല്ല, പിന്നെ റസ്റ്റ് ഫ്രീ ആണ്. അതേപോലെ മാഗ്നറ്റിക് നേച്ചർ ഇതൊരിക്കലും എക്സിബിറ്റ് ചെയ്യത്തില്ല. ഓക്കെ, നോർമലി സ്റ്റീല് മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സിബിറ്റ് ചെയ്യും, പക്ഷെ ഇത് എക്സിബിറ്റ് ചെയ്യില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നോർമൽ TMT ബാറിനെക്കാട്ടിലും ഏകദേശം 30% ഇതിന്റെ കോസ്റ്റും കുറവായിരിക്കും. ഓക്കെ, ഇതാണ് ഗ്ലാസ് ഫൈബർ റീബാർ വരുന്നത്. ഓക്കെ, നമ്മുടെ നോർമലി സ്റ്റീൽ ബാസ് വരുന്നത് പോലുള്ള എല്ലാ ഡയമീറ്റേഴ്സിലും ശരിക്കും പറഞ്ഞാൽ നമുക്കിത് അവൈലബിൾ ആണ്. ഇതിന്റെ പുറത്തും ത്രെഡിങ്സ് ഉണ്ടാവും. ആ ത്രെഡിങ്സ് എന്ന് പറയുന്നത് നമ്മൾ നോർമൽ സ്റ്റീൽ ബാസിൽ കാണുന്നത് പോലെ തന്നെ ആയിരിക്കും. ഇതിനെ നമുക്ക് ബെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് 10% നമ്മുടെ സ്റ്റീൽ ബാറിന് ഒരു അൾട്ടർനേറ്റീവ് ആണ്. പക്ഷെ ഒരുപാട് ആൾക്കാർ ഇത് മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരു സംഭവം ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ അറിയുന്നില്ല. അപ്പം അങ്ങനെ കുറച്ചുകൂടെ ഡെവലപ്പായി വരുന്ന സമയത്ത് ഉറപ്പായിട്ടും സ്റ്റീലിന് പകരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്നുള്ള രീതിയിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഗ്ലാസ് ഫൈബർ റീബാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എനിക്ക് തോന്നുന്നു കൂടുതലും ആൾക്കാരിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പം ഒരുവിധം എനിക്ക് തോന്നുന്നു എറണാകുളം അങ്ങനെയുള്ള പോർഷൻസിലൊക്കെ ശരിക്കും ഈ സ്റ്റീൽ ബാസ് അവൈലബിൾ ആണ്, മാർക്കറ്റിൽ തന്നെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ നോർമലി റൂഫ് സ്ലാബിന് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. പകരം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും, അതായത് റീറ്റെയിനിങ് വോൾ ആണെന്നുണ്ടെങ്കിലും അതേപോലെ ഫൂട്ടിങ്സ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്ലാസ് ഫൈബർ റീബാർ യൂസ് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും കറന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ലൈറ്റ് ജനറേറ്റിംഗ് കോൺക്രീറ്റ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറലി നമ്മുടെ കോൺക്രീറ്റിന്റെ സെയിം പ്രോപ്പർട്ടീസ് തന്നെ, ശരിക്കും കോൺക്രീറ്റ് തന്നെ എന്ന് പറയാം നമുക്ക്. ഓക്കെ, കോൺക്രീറ്റിൽ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് എമിറ്റിംഗ് ആയിട്ടുള്ള ഫോസ്ഫോറസിൻ പിഗ്മെന്റ്സിനെ ആഡ് ചെയ്ത് ശരിക്കും കാസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, ഇതിന്റെ അകത്ത് ചെറിയ ചെറിയ എയർ ബബിൾസ് പോലെ തന്നെ ഈ ഫോസ്ഫോറസിൻ പിഗ്മെന്റ്സ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത് നോർമലി നമ്മുടെ ഡേ ടൈമിൽ നമ്മുടെ നമുക്ക് സൺലൈറ്റിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എനർജിയെ അബ്സോർബ് ചെയ്ത് ഇതിന്റെ സർഫസിൽ ഉണ്ടാവും. ഇത് പെട്ടെന്നൊരു ഡാർക്ക് സിറ്റുവേഷൻ വരുന്ന സമയത്ത് സെൽഫ് ഇലൂമിനേറ്റ് ആവും. ഓക്കെ, സെൽഫ് ഇലൂമിനേറ്റ് ആയി ഒരു പർട്ടിക്കുലർ ടൈം വരെയും നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇലൂമിനേഷൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിപ്പം ഇത് കൂടുതലും യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറത്തെ കൺട്രീസിലാണ് ഇപ്പം കൂടുതലും യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഇതിന്റെ ബ്ലോക്സ് ആയിട്ടും അവൈലബിൾ ആണ്. പക്ഷെ ബ്ലോക്സ് ആയിട്ട് അവൈലബിൾ ആവുന്നതെന്ന് വെച്ചാൽ ശരിക്കും സ്ട്രക്ചറലി ഓക്കെ അല്ല, അതായത് സ്ട്രക്ചറലി യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആയിട്ടല്ല അവൈലബിൾ ആവുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും ഒരു എന്താ പറയുന്നത് എസ്തെറ്റിക്കൽ ലുക്സിന് വേണ്ടിയിട്ടും നമ്മുടെ ബിൽഡിങ്ങിന്റെ അകത്ത് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റൂംസിനകത്തൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്കിപ്പോൾ മാർക്കറ്റിൽ വരുന്നുണ്ട്. അതായത് ലൈറ്റ് ജനറേറ്റിംഗ് സിമെന്റ് ബ്ലോക്ക് എന്നും പറഞ്ഞ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്നൊരു ഡാർക്ക് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ സെൽഫ് ഇലൂമിനേറ്റഡ് ആയി നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി ഇതിന്റെ എനർജി റൺ ഔട്ട് ആവുന്നത് വരെ ഇത് എലിമിനേറ്റഡ് ആയി നിൽക്കും. പക്ഷെ ആ എനർജി റൺ ഔട്ട് ആയി കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോർമലി ഇലിമിനേഷൻ നഷ്ടപ്പെടും. ഓക്കെ, പിന്നെ അത് നോർമലി ഇനി അടുത്ത ലൈറ്റ് കിട്ടിക്കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ അകത്ത് എനർജി സ്റ്റോർ ആവുന്നത്. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ നോൺ ടോക്സിക് ആണ്. നമുക്ക് വീടിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന, അതായത് എക്സ്റ്റീരിയറിലോ ഇന്റീരിയറിലോ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവും നമുക്ക് ഹെൽത്തിന് ബെനിഫിറ്റ് ആയിട്ട് വരുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി മെറ്റീരിയൽ തന്നെയാണ്. നോർമലി നമ്മുടെ കോൺക്രീറ്റ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ അകത്ത് കുറച്ച് അഡിറ്റീവ്സ് ആഡ് ആവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നമ്മുടെ ഒരു പുറത്ത് നെതർലാൻഡ്സിൽ ചെയ്തേക്കുന്ന ഒരു പേയ്മെന്റ് ആണിത്.
ഓക്കെ. സെൽഫ് ഇലൂമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് ആണ്. അതായത് നമുക്ക് ഒരു പർട്ടിക്കുലർ ലൈറ്റ് പോയി കഴിയുമ്പോഴേക്കും ആ റോഡ് വേ സെൽഫ് ഇലൂമിനേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ഇനി അടുത്ത വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെക്രോൺ ഫൈബേഴ്സ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കറന്റ് നമ്മൾ പല എനിക്ക് തോന്നുന്നു പല സൈറ്റുകളിലും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും റെക്രോൺ ഫൈബേഴ്സ് എന്ന് പറയും. അതായത് നമുക്ക് നോർമലി നമ്മുടെ പോളിസ്റ്റർ ഫൈബർ ഉണ്ടല്ലോ, പോളിസ്റ്റർ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പോളിപ്രൊപ്പിലീൻ്റെ ചെറിയ ചെറിയ സ്ട്രാൻഡ്സ് ആയിരിക്കും. ഫൈബർ സ്ട്രാൻഡ്സ് ആയിരിക്കും, ചെറിയ പീസുകളായിരിക്കും. ഇതിനെ നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇതിനെ മിക്സ് ചെയ്ത് നമ്മൾ കോൺക്രീറ്റിങ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ സിമെന്റ് മോർട്ടാർ ഉണ്ടല്ലോ, അതായത് പ്ലാസ്റ്റിക്കിന് യൂസ് ചെയ്യുന്ന മോർട്ടാർ, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ തന്നെയാണ് കൂടുതൽ. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഒരു 90% ക്രാക്സ്, അതായത് ഷ്രിങ്കേജ് ക്രാക്സ് ഉണ്ടാവുന്നത്, ഡ്രൈൻ ഷ്രിങ്കേജ് ക്രാക്ക്, അതേപോലെ പ്ലാസ്റ്റിക് ഷ്രിങ്കേജിന്റെ ക്രാക്സ് ഉണ്ടാവുന്നത് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ. ഇത് നമ്മൾ കോൺക്രീറ്റ് അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ മോർട്ടാറിൽ മിക്സ് ചെയ്യുന്നതിൽ കൂടെ നമുക്ക് അട്ടൈൻ ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും തമ്മിൽ സെൽഫായിട്ടൊരു ഇത് തമ്മിലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ആവും, പാർട്ടിക്കിൾസ് തമ്മിൽ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ആവും. ഓക്കെ. അപ്പം നോർമലി ഒരു ക്രാക്ക് ഉണ്ടായാലും ഇത് അപ്പാർട്ടായി പോകാനുള്ള, ആ ക്രാക്ക് മൂലം ആ സർഫസ് അപ്പാർട്ടായി പോകാനുള്ള ഒരു ടെൻഡൻസിയെ ഇത് റെസിസ്റ്റ് ചെയ്യും. ഓക്കെ. ഇത് നോർമലി യൂസ് ചെയ്യുന്നത് നമ്മുടെ കോൺക്രീറ്റിലും അതേപോലെ തന്നെ പ്ലാസ്റ്റിക്കിനുമാണ് യൂസ് ചെയ്യുന്നത്. സ്ട്രെങ്ത് എങ്ങനെ പോയാലും അതായത് നമ്മുടെ നോർമലി ഉള്ള കോൺക്രീറ്റിന്റെ സ്ട്രെങ്തിനെ അല്ലെന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ സ്ട്രെങ്തിനെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻഹാൻസ് ചെയ്യും. ഓക്കെ. ഇതാണ് ആ മെറ്റീരിയൽ വരുന്നത്. ഇത് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ നോർമലി സിമെന്റ് ബാഗ് അവൈലബിൾ ആവുന്നത് പോലെ തന്നെ ഒരു 30 കിലോയുടെ അല്ലെങ്കിൽ 20 കിലോയുടെ ഒക്കെ ബാഗ്സ് അവൈലബിൾ ആണ്. അതിൽ പ്രോപ്പറായിട്ട് ഇത് എങ്ങനെ മിക്സ് ചെയ്യണം, എത്ര ക്വാണ്ടിറ്റി ഒരു ബാഗ് കോൺക്രീറ്റിന് മിക്സ് ചെയ്യണം എന്നുള്ളൊരു പ്രൊസീജിയർ നിങ്ങൾക്ക് ഓൾറെഡി ഈ ബാഗിൽ തന്നെ പ്രൊവൈഡഡ് ആയിരിക്കും. ഓക്കെ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നോർമലി കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇത് മിക്സ് ചെയ്യുക. നോർമൽ കോൺക്രീറ്റ് ലേ ചെയ്യുന്ന അതേ സെയിം പ്രൊസീജിയറിൽ തന്നെ ലേ ചെയ്യുക. ഇനി പ്ലാസ്റ്ററിങ് ആണെന്നുണ്ടെങ്കിലും പ്ലാസ്റ്ററിങ്ങിൻ്റെ മോട്ടാർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ മിക്സ് ചെയ്യുക. ഓക്കെ. പ്രോപ്പറായിട്ട് മിക്സിങ് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ഓക്കെ. ഇനി ഇത്രയാണ് നമ്മുടെ നോർമലി വരുന്ന സ്ട്രക്ചറലി യൂസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്, അതായത് സ്ട്രക്ചറലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ്. ഇതൊക്കെയാണ് നോർമലി നമുക്ക് സ്ട്രക്ചറലി. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത അതായത് ഈ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്ട്രക്ചറലി റിലേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് അല്ല, ശരിക്കും എസ്തെറ്റിക്കൽ പർപ്പസിനും അതേപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസും അതേപോലെ തന്നെ നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്കിപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് പറയുന്നത്. ഓക്കെ. ഈ മെറ്റീരിയൽസ് എല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള മെറ്റീരിയൽസും ആണ്. അതേപോലെ തന്നെ ശരിക്കും നമ്മുടെ എന്താ പറയുക നെറ്റ് സീറോ എനർജി ബിൽഡിങ്ങില്ലേ, അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസും ആണ്. ഓക്കെ. നിങ്ങളിപ്പോൾ റെസിലിയൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിലുള്ള പല മെറ്റീരിയൽസും ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ. അതിൽ ഒന്നാമത്തെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോമോർഫിക് ഫാക്കേഡ്. ഓക്കെ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വുഡൻ പീസുകളാണ്. തിൻ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്ത വുഡൻ പീസസിനെ സ്റ്റാക്ക് ചെയ്ത് അതിനെ ഒരു എന്താ പറയുന്ന ഒരു പേപ്പർ ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ബിൽഡിംഗ് മെറ്റീരിയലാണ് ഈ ഹൈഡ്രോമോർഫിക് ഫാക്കേഡ് എന്ന് പറയുന്നത്. ഓക്കെ. ശരിക്കും ഇത് യൂസ് ചെയ്യുന്നത് ഒരിക്കലും സ്ട്രക്ചറലി യൂസ് ചെയ്തേക്കുന്ന ഒരു മെറ്റീരിയൽ അല്ല. ഇത് ശരിക്കും എസ്തെറ്റിക്കൽ ലുക്ക് വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ടെമ്പറേച്ചർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എഗെയിൻസ്റ്റ്, അതായത് നമ്മുടെ വെതറിന് എഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ്. ഓക്കെ. അപ്പം നോർമലി നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ലെയർ വുഡിനെ തന്നെ ലാമിനേറ്റ് ചെയ്ത് അതിനെ പ്രോപ്പറായിട്ട് കംപ്രസ് ചെയ്ത് തിൻ പേപ്പർ ഷേപ്പിൽ ഉണ്ടാക്കി എടുക്കുകയാണ്. ഓക്കെ. ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പം ഹ്യൂമിഡ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അതല്ലെങ്കിൽ മോയ്സ്ചർ ഉള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇത് നോർമലി ഷ്രിങ്ക് ചെയ്യും. അതായത് ഈ കാണിച്ചേക്കുന്നത് പോലെ ഇത് നോർമലി ഷ്രിങ്ക് ചെയ്ത് നമുക്ക് കൂടുതൽ എയറും അതേപോലെ തന്നെ എന്താ പറയുക എയർ അതേപോലെ ലൈറ്റ് കാര്യങ്ങളെല്ലാം എൻ്റർ ആവാനുള്ളൊരു വർക്കിംഗ് പ്രൊസീജിയർ ഇവിടുത്തെ ഉണ്ടാക്കും. ഇത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാക്കുന്നതാണ്. അതായത് ആ പ്രോപ്പർട്ടി ഇതിൽ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ
ഇപ്പം ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്, ഓക്കെ, അതായത് കംപ്ലീറ്റ്ലി ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെയിലൊക്കെ അടിക്കുന്ന സമയത്ത് ഇത് കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ റൂമിൽ, അതായത് ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചറിനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ വരെ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. കറൻ്റ്ലി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇത്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിംഗ്, അതായത് നമ്മുടെ ബിൽഡിങ്ങിൽ യൂസ് ചെയ്യുന്ന എനർജി ഉണ്ടല്ലോ, അതായത് ഇലക്ട്രിക്കൽ എനർജി, അതേപോലെ നമ്മളിപ്പം AC ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നമുക്ക് വെച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും എസ്തെറ്റിക്കൽ അപ്പിയറൻസിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് വെച്ചാൽ സോളാർ റൂഫ് ടൈൽ. ഓക്കെ, സോളാർ റൂഫ് ടൈൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന റൂഫ് ടൈൽ തന്നെ, പക്ഷെ അതിൽ തന്നെ ശരിക്കും ഫോട്ടോ വോൾട്ടായിക് സെല്ല് ഇൻഡ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ നോർമലി നമ്മുടെ സ്ലോപ്ഡ് റൂഫിലൊക്കെ ടൈൽസ് ഇടത്തില്ലേ, അതായത് റൂഫിംഗ് ടൈൽസ് ഒക്കെ ഇടാറില്ലേ, ആ ടൈൽസിൽ ഫോട്ടോ വോൾട്ടായിക് സെല്ല് പ്രസൻ്റ് ആയിരിക്കും. അപ്പം നോർമലി വെയിലടിക്കുന്നതിനനുസരിച്ച് അതൊരു സോളാർ പാനലായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, ആ പാനലിൽ നിന്ന് കളക്ട് ചെയ്യുന്ന എനർജി ശരിക്കും പറഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൺ ഗ്രിഡ് ആയിട്ട് കൊടുക്കാനും പറ്റും. ഓക്കെ, സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും, അതേപോലെ തന്നെ ഓൺ ഗ്രിഡ് ആയിട്ട് കൊടുക്കാൻ പറ്റും. ഇനി ഇത് ശരിക്കും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൺലൈറ്റിനെ ഇലക്ട്രിസിറ്റി ആയിട്ട് മാറ്റുവാണ്. സോളാർ പാനൽ ചെയ്യുന്ന അതേ പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഇത് ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ സോളാർ പാനൽ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് റൂഫിംഗ് ടൈലിൻ്റെ ഷേപ്പിൽ തന്നെ ആയിരിക്കും വരുന്നത്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു വ്യത്യാസം. ഇത് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റൂഫിങ്ങിൻ്റെ സ്പേസിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് എനർജി, ഇലക്ട്രിസിറ്റിയും ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ 1000 സ്ക്വയർ ഫീറ്റിൽ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് ആയിട്ടുള്ള എനർജിയും ആ 1000 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഈ റൂഫിംഗ് ടൈൽസ് ആണ് യൂസ് ചെയ്യുന്നത്, സോളാർ റൂഫ് ടൈലാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് വേണ്ട കംപ്ലീറ്റ് എനർജിയും നിങ്ങൾക്ക് നിങ്ങളുടെ റൂഫിൽ നിന്ന് തന്നെ കിട്ടും. ഇതിൻ്റെ ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമറ്റ് വേരിയേഷൻ അനുസരിച്ച് ഇതിന് നോർമലി ഇതിൻ്റെ അകത്ത് എന്താ പറയുക, വെതറിങ് ഉണ്ടാകുന്നതിനനുസരിച്ച് ഇതിൻ്റെ മുകളിൽ ഓരോ ഡേർട്ട് പിടിക്കാനും അതേപോലെ ഇതിൻ്റെ എഫിഷ്യൻസി കുറയാനും ഉള്ള ചാൻസ് ഉണ്ട്. അത് പ്രോപ്പർ ക്ലീനിങ്ങും മെയിൻ്റെനൻസിലും കൂടെ നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇതാണ് സോളാർ റൂഫ് ടൈൽ എന്ന് പറഞ്ഞാൽ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റൂഫ് ടോപ്പിലൊക്കെ വീഴുന്ന സൺലൈറ്റിനെ ഡയറക്റ്റ്ലി അബ്സോർബ് ചെയ്യും, അതിനെ കൺവേർട്ട് ചെയ്ത് ഇലക്ട്രിസിറ്റിയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഫാബ്രിക് ബ്രിക്സ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ മുംബൈയിലുള്ള ഒരു 2 എഞ്ചിനീയേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഡെവലപ്പ് ചെയ്തെടുത്തൊരു മെക്കാനിസമാണ്. ഓക്കെ, അതായത് നമ്മുടെ ക്ലോത്ത്സ് ഉണ്ടല്ലോ, ക്ലോത്ത് മെറ്റീരിയൽസ് ഉണ്ടല്ലോ, ഇവർ പഴയ ക്ലോത്ത് മെറ്റീരിയൽസിനെ കളക്ട് ചെയ്ത് ഇതിനെ പ്രോപ്പറായിട്ട് ഷ്രെഡ് ചെയ്തെടുക്കുക, അതായത് മിക്സർ ഇട്ട് പ്രോപ്പറായിട്ട് ഷ്രെഡ് ചെയ്തെടുത്ത് ഇതിനെ ഹൈ പ്രഷറിൽ കംപ്രസ് ചെയ്ത് നമ്മുടെ ബ്രിക്ക് ഷേപ്പിൽ ഉണ്ടാക്കിയെടുത്ത്. ഓക്കെ, ഇതൊരിക്കലും നമ്മുടെ വെതർ പ്രൂഫാണോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്താ പറയുക ലോഡ് ബിയറിംഗ് ഒന്നും അല്ല. ശരിക്കും ഇത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കംപ്ലീറ്റ്ലി നോൺ ലോഡ് ബിയറിംഗ് പാർട്ടീഷൻ വാൾസിന് മാത്രമായിട്ടാണ് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇത് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആണ്. ഓക്കെ, ഇതാണ് വരുന്നത്. നമ്മുടെ നോർമലി ക്ലോത്ത്സിനെ പ്രോപ്പറായിട്ട് നമ്മൾ മിക്സറിലിട്ട് ഷ്രെഡ് ചെയ്തെടുക്കും. ഓക്കെ, ഷ്രെഡ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ഗ്രൈൻഡഡ് ആയിട്ടുള്ള നമ്മുടെ ഫാബ്രിക് ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഒരു പർട്ടിക്കുലർ മോയ്സ്ചർ കണ്ടന്റ് വെച്ചിട്ടായിരിക്കും ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രഷറിൽ കംപ്രസ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ കംപ്രസ് ചെയ്ത് ഇതേപോലെ ബ്ലോക്ക് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കും. ഇത് നിങ്ങൾക്ക് പാർട്ടീഷൻ വാൾസ് അല്ലെന്നുണ്ടെങ്കിൽ എസ്തെറ്റിക്കൽ വാൾസിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ യൂസ് ചെയ്യാം. ഇത് കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആണ്, കാരണം ഓൾറെഡി വേസ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെയാണ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. ഓക്കെ, ഇതേപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു പ്രൊസീജിയറും കൂടെ, അതായത് നമ്മുടെ പ്ലാസ്റ്റിക്സ്, അതായത് നമ്മുടെ നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഉണ്ടല്ലോ, അതിനെയും ഇതേപോലെ ഷ്രെഡ് ചെയ്ത് നമ്മൾ സോളിഡ് ബ്ലോക്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അതും നോൺ ലോഡ് ബിയറിംഗ് ആണ്, ബ്ലോക്സ് ആണ്. പക്ഷെ കംപ്ലീറ്റ്ലി നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്ലാസ്റ്റിക് വേസ്റ്റിനെയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് അതിന് പകരം ഇതേപോലെ നമുക്ക് ഐസ് സൂതനിങ് ആയിട്ടുള്ള ഫാക്കേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പാർട്ടീഷൻ വാൾസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് വരുന്ന മൈക്രോ ടോപ്പിംഗ്. ഓക്കെ, നമ്മൾ നോർമലി മാർബിൾ ഫ്ലോർ ഫിനിഷിംഗ് ഒക്കെ കണ്ടിട്ടുള്ളത്,
നോർമലി സീംലെസ് ആയിട്ടുള്ള, അതായത് കണ്ടിന്യൂസ് ആയിട്ട് ജോയിന്റ്സ് ഒന്നും ഇല്ലാത്ത ഫ്ലോറിംഗ് ഇല്ലേ, കോൺക്രീറ്റ് ഫ്ലോറിംഗ്, പണ്ട് പ്ലാസ്റ്റർ ഒക്കെ ചെയ്യും, അതേപോലെ തന്നെ നമ്മുടെ മൊസൈക് ഫ്ലോറിംഗ്, അങ്ങനെയുള്ള അതിൻ്റെ ഒരു മോഡിഫൈഡ് വേർഷനാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സിമെന്റ് നമുക്ക് നോർമലി സിമെന്റ് ബാഗിൽ അവൈലബിൾ ആവുന്ന കണക്ക് തന്നെ ബാഗിൽ ശരിക്കും പറഞ്ഞാൽ ബാഗ്ഡ് ആയിട്ട് തന്നെ നമുക്ക് ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇത് ശരിക്കും നമ്മുടെ ഫ്ലോറിനെ ഒരു സീംലെസ് ആയിട്ടുള്ള ഫിനിഷ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സ്കിൽഡ് ലേബർ അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. അതേപോലെ തന്നെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സർഫസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് സ്മൂത്ത് ആയിരിക്കണം. ഓക്കെ, സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ്, അതേപോലെ ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രോസസ്സാണ്. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് പ്രോസസ്സുമാണ്. അതേപോലെ തന്നെ ശരിക്കും നമുക്ക് ഒരു രീതിയിലുള്ള ജോയിൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഫ്ലോറിങ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോളിഷ്ഡ്, അതായത് നമ്മുടെ കോൺക്രീറ്റ് സർഫസ് ഉണ്ടല്ലോ, കോൺക്രീറ്റ് സർഫസിനെ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് അതിനെ സർഫസിനെ പ്രോപ്പറായിട്ട് ലെവൽ ചെയ്തതിന് ശേഷം ഒരു പോളിമർ മോഡിഫൈഡ് സിമെന്റ് ഓവർലേ അതിന് മുകളിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശരിക്കും ഒരു 4-5 ലെയേഴ്സ് ഒക്കെ ആയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ അപ്ലൈ ചെയ്യുന്നത്. എന്നിട്ട് ഇതിന്റെ ടോപ്പിലായിട്ട് നമ്മളൊരു എപ്പോക്സി റെസിൻ ഉണ്ടല്ലോ, ഒരു റെസിൻ കോട്ടിങ്ങും കൂടെ പ്രൊവൈഡ് ചെയ്യും. അതായത് സ്ക്രാച്ചസോ അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ഡെൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാനും, പിന്നെ അതേപോലെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടും അതിന്റെ മുകളിൽ ഒരു എപ്പോക്സി റെസിന്റെ ഒരു ലെയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ ഓരോ ലെയറും ചെയ്യുന്ന ആ 4 ലെയേഴ്സ് ചെയ്യുമ്പോഴാണെങ്കിൽ ഓരോ ലെയറും ക്യൂർ ചെയ്തതിന് ശേഷം, അത് പ്രോപ്പറായിട്ട് ക്യൂർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നോർമലി നമ്മുടെ കോൺക്രീറ്റ് ഫ്ലോറിന് കണക്ക് ചെറിയ ക്രാക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പം ഇതാണ് മൈക്രോ ടോപ്പിംഗ് ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ എറണാകുളത്തൊക്കെ ഇപ്പോഴും ഇപ്പം ചെയ്യുന്നുണ്ട് ഇത്, ഈ ഫ്ലോറിങ്. ഇത് പുതിയ വന്നൊരു മെത്തേഡാണ്, എക്സ്പെൻസീവ് ആണ്, പക്ഷേ നമുക്ക് ഒറ്റ ഒരു ജോയിൻസ് ഇല്ലാതെ ഫ്രീ ഓഫ് ജോയിൻസിൽ നമുക്ക് ഫ്ലോറിങ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. ഓക്കെ, ഇനി അടുത്ത മോസ് കോൺക്രീറ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ നോർമലി നമ്മൾ ചെയ്യുന്ന കോൺക്രീറ്റ് ഉണ്ടല്ലോ, അതായത് നമ്മളെ വോളൊക്കെ കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്റർ ചെയ്തതിൻ്റെ സർഫസിലേക്ക് നമ്മൾ മോസ് അല്ലെങ്കിൽ പായലിനെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ സ്പ്രേ ചെയ്ത മോസിനെ ശരിക്കും നമ്മൾ അവിടെ വെച്ച് കൾട്ടിവേറ്റ് ചെയ്ത് ഒരു ബുഷി നേച്ചർ ആക്കി എടുക്കും. ഓക്കെ, ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചർ ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് ഈ മോസ് കോൺക്രീറ്റിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിയുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഗ്രീൻ അപ്പിയറൻസ് കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മുടെ സറൗണ്ടിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിക് എയറിനെ പ്യൂരിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ഫോട്ടോസിന്തസിസ് വഴി ശരിക്കും പറഞ്ഞാൽ ഓക്സിജൻ ആയിരിക്കും ശരിക്കും റിലീസ് ആവുന്നത്. അപ്പം നോർമലി നിങ്ങളുടെ എന്ത് പറയുന്നത് അറ്റ്മോസ്ഫിയറും പൊല്യൂഷൻ ഫ്രീ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇത് കംപ്ലീറ്റ്ലി 10% എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ ഡൗട്ട് ഉണ്ടായിരിക്കാൻ ചിലപ്പം കോൺക്രീറ്റിന്റെ മുകളിൽ ഇതൊക്കെ വളർത്തുന്ന സമയത്ത് ക്രാക്ക് ഉണ്ടാവില്ല എന്നുള്ള, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം വെച്ചാൽ ശരിക്കും ഈ മോസ് എന്ന് പറയുന്നത് ഫാമിലിയിൽപ്പെട്ട എല്ലാ വെജിറ്റേഷനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട്സ് ഉണ്ടാവില്ല. ഇതിന് പകരം സർഫസിൽ ക്ലോസ് പോലുള്ള ചെറിയ ആൻഡ്ലർ അറ്റാച്ച്മെന്റ്സ് ആയിരിക്കും കാണുന്നത്. അത് വെച്ചിട്ടായിരിക്കും ഇതിന്റെ സർഫസിൽ ഇതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഒരു കാരണവശാലും ക്രാക്സോ കാര്യങ്ങളോ ഉണ്ടാവും എന്നുള്ളൊരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ടി വരില്ല. ഓക്കെ, ഇത് ശരിക്കും പറഞ്ഞാൽ പുറത്തെ കൺട്രീസിൽ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. ഓക്കെ, മോസ് കോൺക്രീറ്റ്. ഇനി അടുത്ത വരുന്നത് വെച്ചാൽ 3D സിമെന്റ് ബ്ലോക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വാൾ പാനലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പം ഇതാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഓക്കെ, ഡിസൈൻ അല്ല, ഓക്കെ, ഇതാണ് അത് ആ 3D സിമെന്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വാൾ ടൈൽ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് വാൾ സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ്. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൗണ്ട് പ്രൂഫ് ആയിരിക്കും. അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ക്വാളിറ്റിയും ഇന്റീരിയർ ക്വാളിറ്റിയും നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നോർമലി ഇപ്പം യൂസ് ചെയ്യുന്ന ശരിക്കും പറഞ്ഞാൽ ഫ്ലൂട്ടഡ് പാനൽസ് ഉണ്ട്, അതായത് വുഡൻ പാനൽസ്, ലൂവേഴ്സ് പോലെ ഇരിക്കുന്ന പാനൽസിലെ അതിന് ശരിക്കും ഒരു അൾട്ടർനേറ്റീവ് ആയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് വരുന്നത്. ഇത് നോർമലി നമുക്ക് നമ്മുടെ വാൾസിൽ എവിടെയാണോ അപ്ലൈ ചെയ്യേണ്ടത് അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പോകാൻ പറ്റുന്ന
മെറ്റീരിയലാണ്. നിങ്ങൾക്ക് നോർമലി ടൈൽ പ്രൊഫൈലിലായിരിക്കും ഇത് അവൈലബിൾ ആവുന്നത്. പല സൈസുകളിൽ, അതായത് ടൈൽ സൈസിൽ തന്നെ പല സൈസിൽ അവൈലബിൾ ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നുണ്ട്. പിന്നെ അതേപോലെ ഡിസൈൻസ് പല ഷെയ്ഡ്സിൽ ഒക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ അടുത്ത വരുന്നതെന്ന് വെച്ചാൽ പോർത്തം ബ്രിക്ക്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി യൂസ് ചെയ്യുന്ന ബ്രിക്ക് തന്നെ, ക്ലേ ബ്രിക്ക് തന്നെ, പക്ഷെ ഇതിൻ്റെ അത് പെർഫറേഷൻസ് കാണും. ഇത് രണ്ട് ടൈപ്പാണ് നമുക്ക് അവൈലബിൾ ആവുന്നത്. അതായത് എച്ച് പിയും വി പിയും, അതായത് ഹൊറിസോണ്ടലി പെർഫറേറ്റഡും അതേപോലെ തന്നെ വെർട്ടിക്കലി പെർഫറേറ്റഡ്. ഇത് കണ്ടോ, വെർട്ടിക്കലി ഹോൾസ് വരുന്നതിനാണ് ശരിക്കും പറഞ്ഞാൽ വെർട്ടിക്കലി പെർഫറേറ്റഡ് അല്ലെങ്കിൽ വി പി ബ്ലോക്സ് എന്ന് പറയും. അതേപോലെ തന്നെ ഹൊറിസോണ്ടലി വരുന്നതിന് എച്ച് പി ബ്ലോക്സ് അല്ലെന്നുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് പോർത്തം ക്ലേ ബ്രിക്ക് എന്ന് പറയും, അല്ലെങ്കിൽ ബ്ലോക്സ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിന്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇന്റേണൽ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു 90% വരെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ബ്ലോക്സ് ഉണ്ടല്ലോ, ഈ ബ്ലോക്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ക്ലേ വെച്ചിട്ട് ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ്ലി എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. പിന്നെ അതേപോലെ ഈ എച്ച് പി ബ്ലോക്സ്, അതായത് ഹൊറിസോണ്ടലി പെർഫറേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സ് നോൺ ലോഡ് ബിയറിംഗ് ആണ്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഫ്രെയിംഡ് സ്ട്രക്ചർ, ഈ പാർട്ടീഷൻ വാൾസ് ആയിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ വി പി ബ്ലോക്സ്, അതായത് വെർട്ടിക്കലി പെർഫറേറ്റഡ് ആയിട്ടുള്ള ബ്ലോക്സ് ശരിക്കും പറഞ്ഞാൽ ലോഡ് ബിയറിംഗ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി റൂഫ് സ്ലാബ് ഉണ്ടല്ലോ, റൂഫ് സ്ലാബിന്റെ ലോഡിനെ ബിയർ ചെയ്യാൻ കഴിവുള്ള ബ്ലോക്സ് ആണ്. ഓക്കെ, നമ്മുടെ എച്ച് പി ബ്ലോക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വി പി ബ്ലോക്സ് കുറച്ചുകൂടെ എക്സ്പെൻസീവ് ആണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തൊരു എന്താ പറയുക, ടെമ്പറേച്ചർ എപ്പോഴും ഒരു പോയിന്റിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് നിർത്താനായിട്ടുള്ള ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഈ തണുപ്പായാലും ഇതിൻ്റെ അകത്തുള്ള എയർ പോക്കറ്റ്സ് ഉള്ളതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ആ തണുപ്പിനെ കംപ്ലീറ്റ്ലി നമ്മുടെ റൂമിൻ്റെ അകത്തോട്ട് കടത്തി വിടാനായിട്ട് സമ്മതിക്കില്ല. അതേപോലെ തന്നെ ചൂടായാലും, അതായത് വെയിലൊക്കെ ഡയറക്റ്റ്ലി ഭിത്തിയിൽ അടിച്ചാൽ പോലും നമ്മുടെ സിമെന്റ് ബ്ലോക്കിനെ പോലെ ഡയറക്റ്റ്ലി അകത്തോട്ട് പാസ് ചെയ്ത് വിടാൻ സമയത്ത് ഇതിൻ്റെ അകത്തുള്ള എയർ പോക്കറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ എയർ അതിൻ്റെ അകത്ത് റീറ്റെയിൻ ആവുന്നത് കൊണ്ട് ആ ചൂടിനെ കംപ്ലീറ്റ് ആയിട്ട് അകത്തോട്ട് കയറ്റി വിടാനായിട്ട് ഇങ്ങനെയുള്ള ബ്ലോക്സ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഇതേപോലുള്ള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പറയാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള. സ്ട്രക്ചറലി ഉണ്ട്, ആർക്കിടെക്ചറലി യൂസ് ചെയ്യുന്ന ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. ഡേ ബൈ ഡേ കണ്ടിന്യൂസ് അപ്ഡേഷൻ വരുന്നതാണ്. അപ്പം ന്യൂ മെറ്റീരിയൽസിനെ പറ്റി അവയർനെസ് എപ്പോഴും ഉണ്ടായിരിക്കുക. ഓക്കെ, മാക്സിമം നമ്മൾ എന്താ പറയുക, ഷോപ്പ്, അതായത് നമ്മുടെ ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് കിട്ടുന്ന ഷോപ്സ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അതിൻ്റെ റേറ്റ്സ് അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ എക്സ്പോ ഉണ്ടാവും. ഓക്കെ, ഓരോ പുതിയ പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് എക്സ്പോ ഒക്കെ ഉണ്ടാവും. മാക്സിമം എക്സ്പോ ഒക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസിൽ, ഇപ്പം ഇൻസ്റ്റാഗ്രാം പോലുള്ള പ്ലാറ്റ്ഫോംസിലൊക്കെ ഡെയിലി ഓരോ റീൽസിൽ ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളതും ഉണ്ട്, ഇന്ത്യയിൽ അവൈലബിൾ ആവാത്ത ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള ഓരോ പ്ലാറ്റ്ഫോംസിൽ വരുന്നത് കാണുക. പിന്നെ പിൻട്രസ്റ്റ്, അതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക, എല്ലാ മെറ്റീരിയൽസിനെയും പറ്റിയും ഒരു ഐഡിയ കിട്ടുന്ന, എല്ലാ കാര്യങ്ങളെയും പറ്റി ഒരു ഐഡിയ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. കൂടുതലും അതിൽ ശരിക്കും പറഞ്ഞാൽ അപ്ഡേഷൻസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. അതേപോലെ തന്നെ എക്സ്പേർട്സുമായിട്ട് കൺസൾട്ട് ചെയ്യുക. അതേപോലെ കോൺട്രാക്ടേഴ്സും പല പല വെൻഡേഴ്സ് ഉണ്ടാവും. അപ്പം അവരെയൊക്കെ ആയിട്ട് ഒരു കോൺടാക്ട് കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ മെറ്റീരിയൽസ് മാർക്കറ്റിൽ അവൈലബിൾ ആവുന്നതിനനുസരിച്ച് നമുക്കതിനെ പറ്റി ഒരു അറിവുണ്ടാവും. നമുക്കൊരിക്കലും ഒരിടത്ത് ചെന്നിട്ട് നമുക്കത് അറിഞ്ഞൂടാ എന്നുള്ളത് പറയേണ്ടി വരില്ല. ഓക്കെ, അപ്പം ഇതുകൊണ്ട് എൻ്റെ ഈ ടോപ്പിക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്.